വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് തേങ്ങ ചേർക്കാത്ത പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിയിൽ കറക്റ്റ് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വടിച്ചല്ല എടുത്തേക്കുന്നത്. ഇതേപോലെ നിറച്ചാണ് എടുത്തേക്കുന്നത്. നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന അതേ പച്ചരി കേട്ടോ. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 5 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് സാബൂനരി, അതായത് ചവ്വരി. സാഗോ സീഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഇത് ഉഴുന്നും അതേപോലെ തന്നെ ചവ്വരിയും നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരി ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന ഉഴുന്നും അതേപോലെ തന്നെ ചവ്വരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കണം. നമ്മളിതിൽ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം വേണോ ആ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കരുത്. കുറച്ച് വെള്ളത്തിൽ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന വെള്ളം നമ്മൾ നേരത്തെ ഉഴുന്ന് വെള്ളത്തിലിട്ടില്ലേ, ആ വെള്ളമാണ് എടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ചോറും അരിയും അതേപോലെ ഉഴുന്നൊക്കെ അടിഞ്ഞു കിട്ടും. പക്ഷെ നമ്മൾ അതിലിട്ടേക്കുന്ന ചവ്വരി അടിഞ്ഞു കിട്ടൂല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ അടിക്കാൻ പറയണത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തേക്കുന്നത്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം ഇട്ടത് അതിൽ കൂടി കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 250 ml കപ്പിയിൽ 1 കപ്പ് വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളം അരി അടിച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അടിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ട് തന്നെ അടിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ ചോറും അരിയും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടും. പക്ഷേ നമ്മൾ അതിൽ ചേർത്തേക്കുന്ന ചവ്വരി മാത്രം അരയാണ്ട് കിടക്കും. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂർ വെക്കാം. ഞാനിപ്പോൾ രാത്രിയാണ് ഇത് അടിച്ച് വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണി 5:15 ആകുമ്പോൾ ഞാനിത് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ, നല്ല ഈസ്റ്റ് ആണെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊന്തിയതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ദേ കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരി അരക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പൊന്തി വന്നേക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി ഇതൊരു 10 മിനിറ്റും കൂടിയിട്ട് അനക്കാണ്ട് വെക്കാം. അപ്പോൾ ഒന്നും കൂടി പൊന്തി വരും. അതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാവ് ഒന്നും കൂടി ഇതേപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അല്ലാണ്ട് അങ്ങോട്ട് ഇളക്കണ്ട. ഇനി ഇത് അങ്ങനെ തന്നെ അപ്പം ചുട്ടെടുക്കാം. അപ്പം നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിടാം. ഇത് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള തേങ്ങ ചേർക്കാത്ത പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തേങ്ങ ചേർക്കാത്ത പാലപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ ചേർക്കാത്ത പാലപ്പം. ഇതിനു മുമ്പ് ഞാൻ ഈസ്റ്റ് ചേർത്തതും ഈസ്റ്റ് ചേർക്കാത്തതായിട്ടുള്ള പാലപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയവർ ഇതേപോലെ തേങ്ങയില്ലാണ്ട് പാലപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, സി യു.